നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയിലെ പ്രതിരോധ രംഗത്ത് വലിയ മാറ്റങ്ങൾ നടക്കുകയാണ് എന്ന് നമുക്കറിയാം. ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് തന്നെ ഒരു കാലഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ച് നിന്നിരുന്ന ഒരു മേഖലയായിരുന്നു. അതായത് ഇന്ത്യക്ക് ആവശ്യമായ ആയുധങ്ങൾ വാങ്ങുക. പലപ്പോഴും പാകിസ്ഥാന് ആയുധങ്ങൾ നൽകിയിരുന്നത് അമേരിക്കയാണ്. പതിറ്റാണ്ടുകളോളം അമേരിക്ക പാകിസ്ഥാന് ആയുധങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഈ ആയുധങ്ങളെല്ലാമാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അന്ന് ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളി റഷ്യയായിരുന്നു. അമേരിക്ക ഒരു കാരണവശാലും ആയുധങ്ങൾ നൽകില്ല എന്ന നിലപാടെടുത്തതോടുകൂടി റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ആയുധങ്ങൾ വാങ്ങിയിരുന്നത്. എന്തായാലും ഒരു വിദേശ രാജ്യത്തെ ആയുധങ്ങൾക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ആശ്രയിക്കണം എന്നൊരവസ്ഥയിലായിരുന്നു പതിറ്റാണ്ടുകളോളം ഭാരതം. പക്ഷേ 2014 മുതൽ തന്നെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നു തുടങ്ങി. ഇപ്പോൾ ഇതാ ഇന്ത്യക്കാവശ്യമായ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു എന്ന് മാത്രമല്ല, സ്വദേശീയമായി പല നിർണായകമായ ആയുധങ്ങളും നിർമ്മിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ആയുധങ്ങളൊക്കെയും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യ പ്രതിരോധ ഉൽപ്പാദന രംഗത്തും കയറ്റുമതി രംഗത്തും വലിയ നേട്ടങ്ങൾ ഇതിനോടകം തന്നെ കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ് വിൽപ്പനയാണ് ഇന്ത്യൻ പ്രതിരോധ കയറ്റുമതി മേഖലയിൽ നടന്നിട്ടുള്ളത്. അമേരിക്ക അടക്കമുള്ള പല വൻകിട രാജ്യങ്ങളും ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായി മാറിയ ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രതിരോധ മേഖല വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. കാരണം അവിടെ വലിയൊരു ലാഗ് അല്ലെങ്കിൽ അവിടെ വലിയൊരു നിശ്ചലാവസ്ഥ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് ഭരണകാലത്ത് കൃത്യമായ സമയത്ത് സേനകളുടെ അപ്ഡേഷൻ നടത്താതെ, ആയുധങ്ങളുടെ അപ്ഡേഷൻ നടത്താതെ പല മേഖലകളിലും ഇന്ത്യ പിന്നോക്കം പോയി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യൻ വ്യോമസേന. ഇന്ത്യൻ വ്യോമസേനയിലേക്ക് ആയുധങ്ങൾ വാങ്ങാൻ ഇന്ത്യ പതിറ്റാണ്ടുകളോളം മടിച്ചു നിന്നു. അതിൻ്റെ ഭാഗമായി ശത്രു രാജ്യങ്ങൾ ഈ രംഗത്ത് മുന്നിലായി. ചൈനയാകട്ടെ നിരന്തരം വ്യോമ മേഖലയിൽ അവരുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിത യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ തുർക്കി നിർമ്മിത ഡ്രോണുകളും മറ്റും വാങ്ങി അവരുടെ വ്യോമസേനാ വിഭാഗത്തെ മോടി പിടിപ്പിച്ചു. പക്ഷേ ഇന്ത്യക്ക് ഈ മേഖലയിൽ വലിയ ആത്മസംതൃപ്തി നൽകുന്ന മുന്നേറ്റങ്ങളൊന്നും ഉണ്ടായില്ല. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങി, അതോടൊപ്പം തന്നെ മറ്റ് ചില പ്രൊക്യൂർമെൻറ്റുകൾ നടന്നു എന്നല്ലാതെ അതിനു മുമ്പ് 2014 മുമ്പ് ഇന്ത്യക്ക് ഈ മേഖലയിൽ കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വ്യോമസേനയെ ഒരു കുതിപ്പിന് സജ്ജമാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സർക്കാർ വലിയൊരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തിന് എന്തൊക്കെ ചെയ്യണം എന്ന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി ഡിഫൻസ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു ഉന്നതാധികാര സമിതിയെ സർക്കാർ നിയമിച്ചിരുന്നു. ആ സമിതി ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ആ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ അതിവേഗം തന്നെ അടുത്ത വർഷങ്ങളിൽ ഇന്ത്യൻ വ്യോമ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. പക്ഷേ എന്നാലും ആത്മനിർഭരത എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റൊരു വിദേശ രാജ്യങ്ങളെയും സ്വയം പ്രതിരോധിക്കാൻ ആശ്രയിക്കാതിരിക്കുക എന്ന നയത്തിൽ വെള്ളം ചേർക്കാനില്ല എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. സ്വാശ്രയത്വം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ആത്മനിർഭരത പ്രധാന നയമാക്കിക്കൊണ്ട് തന്നെ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ അല്ലെങ്കിൽ വ്യോമ മേഖലയിൽ ആധുനികവൽക്കരണം നടപ്പിലാക്കും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ സ്വദേശി കമ്പനികളുടെ സാന്നിധ്യം ഉറപ്പാക്കും. സ്വകാര്യ മേഖലയെ വലിയ രീതിയിൽ ഈ വ്യോമ മേഖലയിൽ പങ്കാളികളാക്കും. മിസൈലുകളും അതുപോലെ തന്നെ ആളില്ലാ വിമാനങ്ങളും കാലാനുസൃതമായി പരിഷ്കരിക്കും. അതോടൊപ്പം നിരവധി ആധുനികവൽക്കരണ നിർദ്ദേശങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വ്യോമ മേഖലയിൽ പാകിസ്ഥാനും അതുപോലെ തന്നെ ചൈനയുമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയ മുന്നേറ്റത്തെ മറികടന്നുകൊണ്ട് ലോകോത്തര വ്യോമ പ്രതിരോധ സംവിധാനമായി ഇന്ത്യൻ വ്യോമസേനയെ മാറ്റാനാവശ്യമായ നിർദ്ദേശങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്നറിയുന്നു. എന്തായാലും സ്വകാര്യ മേഖലയെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ മാറ്റങ്ങൾക്ക് തയ്യാറാവുകയാണ് ഇന്ത്യൻ വ്യോമസേന. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഈ റിപ്പോർട്ട് പ്രകാശനം ചെയ്തത്. ഈ റിപ്പോർട്ട് സ്വീകരിച്ചത് അദ്ദേഹമാണ്. എന്തായാലും ഇന്ത്യയുടെ വ്യോമമേഖല കുറവുകൾ പരിഹരിച്ചുകൊണ്ട് പറക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അതിന് ആദ്യ അടിത്തറ പാകിയിരിക്കുന്നു. വരും വർഷങ്ങളിൽ വികസനത്തിൻ്റെ അല്ലെങ്കിൽ ആധുനികവൽക്കരണത്തിൻ്റെ വർഷമായിരിക്കും ഇന്ത്യൻ വ്യോമസേനയുടേത് എന്നുറപ്പ് നൽകുകയാണ് ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ.
പ്രതിരോധ മേഖലയിൽ വലിയ നീക്കങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയെയും അമേരിക്കയെയും ഫ്രാൻസിനെയും പോലുള്ള വൻകിട രാജ്യങ്ങളുമായി ഇന്ത്യ ഇതിനോടകം തന്നെ പ്രതിരോധ സഹകരണം ഉറപ്പുവരുത്തി കഴിഞ്ഞു. എന്തിനേറെ പറയുന്നു, ഇസ്രായേലുമായി പോലും ഇന്ത്യ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ വലിയ പ്രതിരോധ സഹകരണം പുലർത്തുന്ന രാജ്യമാണ്. ഇപ്പോഴിതാ മറ്റൊരു രാജ്യവും കൂടി പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്കൊപ്പം കൈകോർക്കുകയാണ്. അത് മറ്റാരുമല്ല, ഓസ്ട്രേലിയയാണ്. അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താൻ കാരണം ഇപ്പോൾ ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ ഓസ്ട്രേലിയൻ സന്ദർശനത്തിലാണ്. ഓസ്ട്രേലിയയിലെ ഉന്നത അധികാരികളുമായി, അതായത് പ്രതിരോധ മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായും അവിടുത്തെ സംയുക്ത സേനാ മേധാവിയുമായിട്ടുമൊക്കെ നിർണായകമായ ചർച്ചകൾ അനിൽ ചൗഹാൻ നടത്തുന്നുണ്ട്. അവിടുത്തെ വിവിധ സേനാ മേധാവികളുമായി അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട്. അവിടുത്തെ സേനയുടെ ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. മാത്രമല്ല, വിശ്വപ്രസിദ്ധമായ ഡിഫൻസ് അക്കാഡമി, ഓസ്ട്രേലിയയുടെ ഡിഫൻസ് കോളേജിലും അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. അവിടെ അദ്ദേഹം ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചിന്തകർ, ബുദ്ധിജീവികളൊക്കെ പങ്കെടുക്കുന്ന മറ്റൊരു സമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട്. തന്ത്രപ്രധാനമായ ഒരു സന്ദർശനമാണിത് എന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. അതായത് നമ്മുടെ സംയുക്ത സേനാ മേധാവി ഓസ്ട്രേലിയയുടെ പ്രതിരോധ വിദഗ്ധരുമായും പ്രതിരോധ രംഗത്തെ ഉന്നത വിദഗ്ധരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. മാർച്ച് 4 മുതൽ 7 വരെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം. വളരെ നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ നടക്കും എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതായത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശക്തമാക്കുന്നതിനാവശ്യമായ എല്ലാവിധ ചർച്ചകളും നടക്കും. ഭാവിയിൽ പ്രതിരോധ രംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചേക്കാവുന്ന പല കരാറുകൾക്കും ഒരുപക്ഷെ ഈ ഒരു സന്ദർശനത്തിൽ അന്തിമ രൂപം നൽകിയേക്കും എന്ന സൂചനയുമുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.